വിവാദങ്ങളുടെ സൽമാൻ ഖാൻ സ്റ്റൈൽ. ബോളിവുഡിന്റെ വെള്ളി വെളിച്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സൽമാൻ ഖാൻ എന്ന താരമൂല്യമുള്ള ഹീറോ ജീവിതത്തിൽ പലപ്പോഴും നായകനേക്കാൾ ഖൽനായക്കായിരുന്നു. ഒന്നിനെയും വകവെക്കാത്ത അദ്ദേഹത്തിന്റെ ചൂടൻ പ്രകൃതം പലപ്പോഴും ബോളിവുഡിലെ ബാഡ് ബോയ് ഇമേജ് സൽമാൻ ഖാന് നേടിക്കൊടുത്തു. കൃത്യമായ ഇടവേളകളിൽ ഒരു വിവാദം സൽമാൻ ഖാനെ തേടിയെത്തിയിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ താരമൂല്യത്തെ ഒരിടത്തും ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ചില വിവാദങ്ങൾ താരമൂല്യത്തിന്റെ ത്രാസിനെ തുലനം ചെയ്തു നിർത്തുന്നതിനായിരുന്നെന്ന് പപ്പരാസി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 1998 കൃഷ്ണമൃഗവേട്ട കേസ് ഹം സാത്ത് സാത്ത് സേ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ജോധ്പൂരിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ചിങ്കാരെ സൽമാൻ കൊന്നതായി ആരോപിച്ച് സൽമാൻ ഖാനെ 5 വർഷം തടവിന് ശിക്ഷിച്ചു. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ഒടുവിൽ ജോധ്പൂർ ജില്ലാ സെഷൻസ് കോടതി അദ്ദേഹത്തിനെതിരായ രാജസ്ഥാൻ സർക്കാരിന്റെ ഹർജി തള്ളുകയായിരുന്നു. 2002 സെപ്റ്റംബറിൽ മുംബൈയിലെ തെരുവോരത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ആളുകളുടെ ഇടയിലേക്ക് മദ്യലഹരിയിൽ വാഹനം ഓടിച്ചു കയറ്റുകയും ഒരാൾ അപകടത്തിൽ മരിക്കുകയും മറ്റു 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊലപാതകത്തിന് തുല്യമല്ലാത്ത മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് മുംബൈ സെഷൻസ് കോടതി സൽമാനെ ശിക്ഷിക്കുകയും 5 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. 2015 ബോംബെ ഹൈക്കോടതി എല്ലാ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്നും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ഹം ദിൽ ദേ ചുക്കെ സനം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സൽമാൻ ഖാന്റെയും ഐശ്വര്യ റായുടെയും പ്രശസ്തമായ പ്രണയം പൂവണിഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രണയം വലിയ ആസക്തിയായി മാറുകയും മെല്ലെ മെല്ലെ ഐശ്വര്യ റായിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിലേക്ക് ചെന്നെത്തുകയും ചെയ്തതോടെ ഐശ്വര്യ റായ് സൽമാൻ ഖാനുമായി ബ്രേക്കപ്പിലായി. ശേഷം ഐശ്വര്യ റായ് വിവേക് ഒബ്രോയുമായി ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചതോടെ സൽമാനിലെ സൈക്കോ സടകുടഞ്ഞുണർന്നേറ്റു. വിവേക് ഒബ്രോയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണങ്ങൾ പതിവായി. ഗതികെട്ട് വിവേക് ഒബ്രോയ്ക്ക് സൽമാൻ ഖാനെതിരെ പത്രസമ്മേളനം പോലും നടത്തേണ്ടതായി വന്നു. 2008 കത്രീന കൈഫിന്റെ പിറന്നാൾ പാർട്ടിയിൽ സാക്ഷാൽ കിങ് ഖാനുമുണ്ടായ കലഹം 2013 വരെ നീണ്ടു. ഇവരുടെ ശത്രുത തീർക്കാൻ മധ്യവർത്തിയായി നിന്ന സൽമാന്റെ സുഹൃത്ത് ബാബ സിദ്ദിഖി 2024 ലോറൻസ് ബിഷ്ണോയ് സംഘത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. 2024 രാഷ്ട്രീയക്കാരനായ ബാബ സിദ്ദിഖിന്റെ കൊലപാതകത്തിനു ശേഷം ലോറൻസ് ബിഷ്ണോയ് സൽമാന് പരസ്യമായി വധഭീഷണി അയച്ചു. ബിഷ്ണോയ് സംഘത്താൽ കൊല്ലപ്പെടാതിരിക്കാൻ 5 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടായിരുന്നു സന്ദേശങ്ങൾ. സൽമാൻ ഖാന്റെ കൃഷ്ണമൃഗവേട്ട കേസിന്റെ തുടർച്ചയായിരുന്നു ഇതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഏപ്രിൽ 13 ഭീഷണി സന്ദേശത്തിൽ വീട്ടിൽ കടന്നു കയറി താരത്തെ വധിക്കുമെന്ന്, അദ്ദേഹത്തിന്റെ കാർ ബോംബ് വെച്ച് തകർക്കുമെന്നാണ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ബോളിവുഡിലെ ചീത്തക്കുട്ടി ഇമേജിൽ നിന്നും മോചനമില്ലാത്ത സൽമാൻ ഭീഷണികളെ ഭയക്കുന്നില്ല എന്ന് ആവർത്തിക്കുമ്പോഴും സ്വഭാവത്തിൽ ഇനി മാറ്റമൊന്നും വരുത്താൻ ആലോചിച്ചിട്ടില്ലെന്നും ഉറപ്പിച്ചു പറയുന്നു. ബോളിവുഡിൽ നിലനിൽക്കാൻ ഇമ്മണി തിണ്ണമെടുക്കൊക്കെ വേണമെന്ന് സൽമാൻ ഖാന് മറ്റാരെക്കാളും നന്നായി അറിയാമെന്ന് അഭിജ്ഞമതം.